നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് കർക്കിടക മാസം, അതായത് ഒരു മാസത്തെ നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറയുന്നത്. ആദ്യമായി തന്നെ പറയട്ടെ, ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് മേടരാശിയാണ്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ മാസം അനുഭവത്തിൽ വരുന്നത്. യുവാക്കൾക്ക് വിവാഹ ആലോചനകൾ ഉണ്ടാകുന്നതാണ്. പിന്നെ സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങളും ഉണ്ടാകും. വസ്ത്രലാഭം, പിന്നെ യാത്രകൾ, ഗ്രഹം മോടി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ കാണുന്നു. സഹോദര ഗുണം കിട്ടുന്നതാണ്. പിന്നെ ക്ഷേത്ര ദർശനം, വാഹന ലാഭം, ഇതൊക്കെ കാണുന്നു. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. അത് നിലവിൽ ഈ മേടക്കൂറുകാർക്ക് 7ര ശനിയിലെ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടവും കൂടി ആയതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. അത് കാല് സംബന്ധിച്ചാകാം. പിന്നെ ഈ 5ലുള്ള കേതു ചൊവ്വയുടെ യോഗം ഒക്കെ കാണുന്നു. അത് ശരീര അവയവം പറയുമ്പോൾ വയറിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ വയറ് സംബന്ധിച്ചൊക്കെയുള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടായേക്കാം. അത് അസിഡിറ്റി ആകാം. എന്നാൽ നേരത്തെ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ തലപൊക്കുന്നതായിട്ടും കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളും സൂചിപ്പിക്കുന്നു. ഇത് കേതുവിൻ്റെയും ചൊവ്വയുടെയും അവസ്ഥ വച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ രാഹുകേതുക്കൾ നല്ല സ്ഥാനത്താണെങ്കിൽ ഈ പറയുന്ന ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് പറയുന്നത് ശനിപ്രീതിയാണ്. ശനിയാഴ്ച മുടങ്ങാതെ ശനിപ്രീതി നടത്തേണ്ടതാണ്. പിന്നെ ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം നല്ല സ്ഥാനത്ത് തന്നെ ഉണ്ട്. അതായത് ധനം, വാക്ക്, വിദ്യ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ സഫലമാകുമെന്നാണ് ആ വ്യാഴം 2ൽ നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ഗ്രഹനിർമ്മാണം നടക്കും. മംഗളകരമായ കാര്യങ്ങളെല്ലാം തന്നെ നടക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഉദ്യോഗലബ്ധി, പരീക്ഷാ വിജയം, ഇതൊക്കെ തന്നെ കാണുന്നു. യാത്രകൾ ശുഭകരം. പിന്നെ നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് ഇടവരാശിക്കാർക്ക് കാണുന്നു. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. അപ്പോൾ കൂടുതലും വേഴത്തെ കൊണ്ട് നമുക്ക് ശുഭഫലം തന്നെയാണ് കാണുന്നത്. എന്നാൽ ചില
ബുദ്ധിമുട്ടുകളും കാണുന്നു. അത് രോഗമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ട് കാണുന്നതാണ് മാതൃജനങ്ങൾക്ക് രോഗസാധ്യത. പിന്നെ വലത് തോള് കൈ ഒക്കെ വേദന ഉണ്ടാകാൻ സാധ്യത കാണുന്നു. പിന്നെ തൊഴിലിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്ന് നിങ്ങളുടെ 10ാം ഭാവത്തിൽ രാഹു നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈ വേഴത്തിൻ്റെ അവസ്ഥ ഏറ്റവും ഗുണപ്രദമാണ്, ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നാഗരാജപ്രീതി കൂടി ചെയ്തു പോകണമെന്ന് പറയുന്നു. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ആ രാശിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. അപ്പോൾ യാത്രകൾ ശുഭകരം. പിന്നെ വിവാഹാദി കാര്യങ്ങൾ, നേരത്തെ വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ ഉള്ള അവസരം തെളിയുന്നു. പിന്നെ വിദ്യാർത്ഥികൾക്ക് ദൂരെ പോയി പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും ഈ മാസം കാണുന്നു. പിന്നെ സഹോദര ഗുണം കാണുന്നു. അപ്പോൾ എല്ലാവിധമായ മംഗളകരമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ വേഴത്തെ കൊണ്ട് നമുക്ക് കിട്ടും എന്ന് പറയുന്നു. എന്നാൽ നിലവിൽ ഈ രാശിക്കാർക്ക് കണ്ടകശനി കാലം കൂടിയാണ്, ഭയക്കേണ്ട ആവശ്യമല്ല. അപ്പോൾ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. അതൊരു കരുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശനിപ്രീതികരമായ കാര്യങ്ങൾ ശനിയാഴ്ച മുടങ്ങാതെ ചെയ്താൽ ഉത്തമം. ആരോഗ്യ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു, അത് കാല്, കണ്ണ്, കാൽമുട്ട് എന്നീ അവയവങ്ങൾക്കാണ് കൂടുതൽ സാധ്യത രോഗാവസ്ഥ. പിന്നെ പിതാവിന് രോഗസാധ്യത കാണുന്നു. പിന്നെ ഈ മാസം നമുക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നമ്മളെ ചിന്തയ്ക്ക് പാത്രമാകും. അതിനെപ്പറ്റി ഒക്കെയുള്ള ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ക്രയവിക്രയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും എന്നാ പറയുന്നത്. അപ്പോൾ പൊതുവെ 70% വരെ മിഥുനക്കൂറുകാർക്ക് ശുഭഫലം തന്നെ സിദ്ധിക്കും. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടകത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് വേഴസ്ഥിതി അത്ര ശുഭകരമല്ല. വേഴം 12ലാണ്, ഭയപ്പെടേണ്ട ആവശ്യമല്ല. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കണം എന്നാണ് വേഴം സൂചിപ്പിക്കുന്നത്. ഇത് ദൂരെ ഉള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോകാനുള്ള അവസരവും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സഫലമാകും. പിന്നെ ധനപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിച്ച് പോകണമെന്നാണ് ആ വേഴം പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ സന്താനങ്ങളുടെ കാര്യങ്ങളും ഒക്കെ, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അവരുടെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ കൂടുതൽ പരിശ്രമം വേണ്ടി വരും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ച മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ മാസം 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഈ രാശിയിൽ നിൽക്കുന്നു. 12 എന്ന് പറയുമ്പോൾ ബുധനാണ്, നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. എങ്ങനെയുള്ള നഷ്ടം? ബുദ്ധിമോശം, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ബുദ്ധിമോശം സംഭവിക്കാൻ സാധ്യത കാണുന്നു. പിന്നെ
സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങളും ഈ മാസം പ്രതീക്ഷിക്കാം. യാത്രാസുഖം കാണുന്നു. എന്നാൽ യാത്രാസുഖം ഞാൻ പറഞ്ഞുവെങ്കിലും വേഗത കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് നിലവിൽ നമ്മുടെ പ്രവൃത്തി സ്ഥാനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മളെ കുടുംബം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് കേതുവിൻ്റെ നില ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ ഒരു കരുതൽ വേണം. വേഗത കുറച്ച് പോകുന്നത് ഉത്തമമായിരിക്കും. പിന്നെ അഷ്ടമത്തിൽ രാഹുവുണ്ട്, ആയുസ്സിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഗരാജ പ്രീതി ചെയ്യണം. പിന്നെ കേതു നിൽക്കുന്ന ക്ഷേത്രം വെച്ചിട്ട് ശിവപ്രീതി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു അല്ലെങ്കിൽ മഹാവിഷ്ണു അഭിഷ്ടസ്ഥാനമായ 11 നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കാലമായിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ സഫലമായി വരും എന്ന് കാണുന്നു. അപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് വിവാഹാദി കാര്യങ്ങൾ, യാത്രകൾ, പിന്നെ വാഹനലബ്ധി, ക്രയവിക്രയങ്ങൾ, പിന്നെ ഗൃഹനിർമ്മാണം, ഇതൊക്കെ തന്നെ ഇതിൽ പെടും. അപ്പോൾ വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അപ്പോൾ ഇതൊക്കെ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് പറഞ്ഞുവെങ്കിലും വിദ്യാർത്ഥികൾക്ക് വിദ്യാകാരകൻ 12 പോയതിനാൽ ഒരു കരുതൽ വേണം. അതായത് നമ്മൾ എഴുത്ത് പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ പരാജയമുണ്ടാകാൻ സാധ്യത. സഹോദര ഗുണം കാണുന്നു. പിന്നെ നിങ്ങളുടെ 10ാം ഭാവാധിപൻ ആയിട്ടുള്ള ശുക്രൻ രാശിയിൽ കാണുന്നു. അത് 10ലും 11ലുമായിട്ടാണ് ഈ മാസം കടന്നു പോകുന്നത്. അത് ശുഭകരം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങളും പ്രതീക്ഷിക്കാം. എന്നാൽ ഈ സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ശുക്രനെ കൊണ്ട് പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ 7ാം ഭാവം, ഭാര്യാസ്ഥാനം, ഇണയുടെ സ്ഥാനം, യാത്രാസ്ഥാനം, നിവൃത്തിസ്ഥാനം എന്ന് പറയുന്നിടത്ത് രാഹു നില ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകൾ അത് ഒന്ന് കരുതലോടെ വേണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് രാഹുവിൻ്റെ നിൽപ്പ്, അതിന് പ്രതിവിധിയായിട്ട് നാഗരാജ പ്രീതിയാണ് ചെയ്യേണ്ടത്. പിന്നെ കേതു നിൽക്കുന്ന ക്ഷേത്രം വച്ചിട്ട് ശിവപ്രീതി ചെയ്യേണ്ടതാണ് ഞായറാഴ്ച. അപ്പോൾ ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴത്തിരി കർമ്മസ്ഥാനത്താണ് 10ാം ഭാവം. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്ന് വേഴം സൂചിപ്പിക്കുന്നു. ദോഷം വരാനിടയില്ല, എന്നിരുന്നാലും ഒരു കരുതൽ വേണമെന്ന് കൂടി പറയുന്നു.
ഈ കന്നിരാശിയെ സംബന്ധിച്ച് നിലവിൽ കണ്ടകശനി കാലം ഉണ്ട്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ സൂര്യൻ്റെ ഈ മാസത്തെ സ്ഥിതി വച്ചിട്ട് പിതൃവഴി ഉള്ള നമുക്ക് ലഭിക്കേണ്ടതായ ധനപരമായ കാര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യത ഈ മാസം കാണുന്നു. എന്നാൽ ജൂലൈ 28 ശേഷം ഈ രാശിയിലോട്ട് ചൊവ്വയുടെ പ്രവേശനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. പിന്നെ വാഹനം ഓടിക്കുമ്പോഴും അത് വേഗത കുറച്ച് പോകുന്നത് ഉചിതമായിരിക്കും. പിന്നെ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ജോലികൾ ചെയ്യുന്നവർ, അത് നമ്മുടെ പാചകം ചെയ്യുമ്പോഴായിരുന്നാലും ശരി തന്നെ ശ്രദ്ധ വേണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. അപ്പോൾ ഈ അഗ്നികാരകനായിട്ടുള്ള ചൊവ്വയാണ് ആ രാശിയിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഷ്ടമാധിപനും കൂടെയാണ് ചൊവ്വ. അതുകൊണ്ട് ഒരു കരുതൽ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതിവിധികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 7 ശനി നിൽക്കുന്നുണ്ട്, പറഞ്ഞല്ലോ, കണ്ടകശനി ഉണ്ട്. അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങൾ ശനിയാഴ്ച ചെയ്യുക. പിന്നെ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുക. ദോഷങ്ങൾ കൂടുതൽ വരാനായിട്ടില്ല. പിന്നെ ശുക്രൻ്റെ സ്ഥിതി ഈ മാസത്തെ നിങ്ങളുടെ ശുക്രൻ്റെ സ്ഥിതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദോഷം മാത്രമല്ല ഗുണഫലങ്ങളും ഈ മാസം നമുക്ക് അനുഭവത്തിൽ വരും. ഇനി അടുത്ത് പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. വിവാഹ കാര്യങ്ങൾ, യാത്രകൾ, വാഹനലബ്ധി, ഉദ്യോഗലബ്ധി, വിദ്യാവിജയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വേഴം സൂചിപ്പിക്കുന്നു. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും, ശുഭകരമായ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ വേഴം സൂചിപ്പിക്കുന്നു. പിന്നെ വിദേശയാത്രകൾ. അപ്പോൾ വേഴത്തെ കൊണ്ട് നമുക്ക് എല്ലാവിധമായ ഐശ്വര്യവും കിട്ടുമെന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ജൂലൈ 28 ശേഷം നിങ്ങൾക്ക് ചൊവ്വ 12 പ്രവേശിക്കുന്നുണ്ട്. ചൊവ്വ 12 വരുമ്പോൾ നമ്മുടെ ശരീര അവയവം പറയുമ്പോൾ കാൽപാദമാണ്. അപ്പോൾ കാൽപാദം ആ 12 ശനിയുടെ ദൃഷ്ടിയും ഉള്ളതിനാൽ അപ്പോൾ കാൽപാദത്തിന് ക്ഷതം വരാതെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. കാൽപാദത്തിനോ വിരലുകൾക്കോ ചെറിയ രീതിയിലെങ്കിലും പരിക്കുകൾ വരാൻ സാധ്യത കാണുന്നു. പിന്നെ അതുപോയിട്ട് നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ അവരുടെ പെരുമാറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ മുഖേന നഷ്ടങ്ങൾ വരാതെയും ശ്രദ്ധിക്കണം. പിന്നെ ചൊവ്വ
എന്ന് പറയുമ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ധനാധിപനും 7ാം ഭാവാധിപനാണ് ചൊവ്വ. അത് അനിഷ്ടമായി 12ൽ പോകുന്നു. അപ്പോൾ ഇത് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം. അതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ചയാണ് ഇഷ്ട വഴിപാടുകൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെയ്യാം. ഇനി പറയുന്നത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വ്യാഴം മറഞ്ഞു അഷ്ടമത്തിലാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. പിന്നെ നമ്മുടെ സന്താനങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസമായിരുന്നാലും വിവാഹാദി കാര്യങ്ങളായാലും പിന്നെ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ധനം അത് പാഴ് ചിലവുകൾ ഉണ്ടാകാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ജൂലൈ 26 ശേഷം ശുക്രൻ വേഴത്തിനോടൊപ്പം അഷ്ടമത്തിൽ മറയാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉള്ള അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വാഹനത്തിന് ശുക്രൻ വാഹനകാരകനായതുകൊണ്ട് വാഹനത്തിന് കേടുപാടുകളും വരാനും സാധ്യത. പിന്നെ വിദ്യാർത്ഥികൾക്ക് വിജയം കാണുന്നു. മാതൃതുല്യരായവർക്ക് രോഗസാധ്യതയും ഈ മാസം കാണുന്നു. അപ്പോൾ 4ാം ഭാവത്തിൽ നിങ്ങളുടെ 4ാം ഭാവം മാതൃസ്ഥാനം, അവിടെ രാഹു നിൽക്കുന്നു. അപ്പോൾ നാഗരാജ പ്രീതി ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടതാണ് വ്യാഴാഴ്ച. പിന്നെ മഹാവിഷ്ണു പ്രീതി, ദേവി പ്രീതി അതൊക്കെ ചെയ്തു വന്നാൽ നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നമ്മുടെ ജാതകത്തിലുള്ള സ്ഥിതി കൂടിയുണ്ട്. നമ്മുടെ ജാതകത്തിൽ ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ വേഴം ചാരവശാൽ അഷ്ടമത്തിലാണ് ഇപ്പോൾ. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥത്തിൽ റിയൽ ജാതകത്തിൽ വേഴം കേന്ദ്രാധിപത്യം അല്ലെങ്കിൽ നല്ല സ്ഥാനത്തൊക്കെ ആണെങ്കിൽ കുഴപ്പം വരാനില്ല. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് 7ാം ഭാവം നിവൃത്തി സ്ഥാനം, ഭാര്യാസ്ഥാനം, ഇണയുടെ സ്ഥാനം, കാമുകി, കാമുകൻ്റെ സ്ഥാനം. അപ്പോൾ എങ്ങനെയുള്ള സ്ഥലത്ത് നിവൃത്തി സ്ഥാനം. നിവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിനിറങ്ങിയാലും അത് സഫലമാകും എന്നാണ് ആ നിവൃത്തി സ്ഥാനത്ത് വേഴം നിന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യാത്രകൾ, അത് ദൂരയാത്ര, വിദേശയാത്ര, പിന്നെ തീർത്ഥാടനം പോലെയുള്ള യാത്ര, പിന്നെ ക്രയവിക്രയങ്ങൾ, പിന്നെ വിവാഹാധികാരികൾ, ഇതെല്ലാം തന്നെ ശുഭകരമാകുമെന്ന് ധനുരാശിക്കാർക്ക് കാണുന്നു. നിലവിൽ ഇതൊക്കെ ഞാൻ വേഴത്തെ കൊണ്ട് സൂചിപ്പിച്ചു. പിന്നെ സന്താനങ്ങൾക്ക് സന്താനമില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യവും തെളിയുന്നു. ഇതൊക്കെ വേഴത്തെ കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ ധനുരാശിക്കാർക്ക് നിലവിൽ കണ്ടകശനി കാലം ഉണ്ട്. ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഒരു പക്വതയോടുകൂടി മുമ്പോട്ട് പോയാൽ ശനിയെ പേടിക്കേണ്ട ആവശ്യമില്ല.
എന്നിരുന്നാലും ഒരു കരുതൽ വേണം. നിങ്ങൾക്ക് യാത്രാസ്ഥാനത്താണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം ഭാവം യാത്രാസ്ഥാനം, മാതൃസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം, ബന്ധുജനങ്ങളുടെ സ്ഥാനം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്ത് ശനി നിൽക്കുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനി ജലരാശിയിൽ ആണ് നിൽക്കുന്നത്. ജലജന്യമായ അസുഖങ്ങളുണ്ടാവാം. സാധാരണ അസുഖങ്ങളാണ്. ഇനി നേരത്തെ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ തലപൊക്കാനുള്ള സാധ്യതയുണ്ട്. അത് പെട്ടെന്ന് വന്നതല്ല, നേരത്തെ നമുക്ക് ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ ഇപ്പോൾ തലപൊക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മതിയായ ചികിത്സ തേടേണ്ടതാണ്. എന്നാൽ ഈ വേഴത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുന്ന ഒരു കാലവും കൂടിയാണ്. പിന്നെ മാതാവിൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. അപ്പോൾ എല്ലാവിധമായ മംഗളകരമായ കാര്യങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ ഈ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കാലതാമസം കൂടാതെ മതിയായ ചികിത്സ തേടേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ദൈവഹിതം പറയുന്നത് ശനിപ്രീതിയാണ്. ശനിയാഴ്ച മുടങ്ങാതെ നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ശനിയാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴത്തിൻ്റെ അവസ്ഥ 6-ലാണ്. 6 പറയുമ്പോൾ രോഗസ്ഥാനം, ശത്രുസ്ഥാനം, അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളാണ്. രോഗം വരണമെന്നുള്ള അവസ്ഥയല്ല, ധനപരമായ രോഗാവസ്ഥ എന്ന് വെച്ചാൽ കടബാധ്യത, അല്ലെങ്കിൽ നമുക്ക് കയ്യിലുള്ള ധനം നിൽക്കാതെ ചിലവഴിക്കേണ്ടി വരിക, അതാണ് രോഗസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നാലും അതിന് പൈസ ചിലവഴിക്കേണ്ടി വരുമെന്നാണ്. പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും, അപ്പോൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ വേണം. പരാജയം ഉണ്ടാവാതെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ സന്താനകാരകനാണ് ഇപ്പോൾ 6-ൽ നിൽക്കുന്നത്. സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന ദമ്പതിമാർ ഇപ്പോൾ ചികിത്സ തേടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സമീപഭാവിയിൽ സന്താനഭാഗ്യം തെളിയുന്നതാണ്. രോഗസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ചികിത്സ തേടേണ്ട കാലമാണെന്നാണ്. അപ്പോൾ മതിയായ ചികിത്സ ഇപ്പോൾ ചെയ്യുന്നുവെങ്കിൽ സന്താനഭാഗ്യമൊക്കെ സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന ദമ്പതിമാർക്ക് സമീപഭാവിയിൽ അത് ഉണ്ടാകുന്നതാണ്. ജൂലൈ 26-ന് ശേഷം ഈ ശുക്രൻ, ഇപ്പോൾ 5-ൽ നിൽക്കുന്ന ശുക്രൻ 6-ലോട്ട് പോകുന്നുണ്ട് വേഴത്തോടൊപ്പം. അപ്പോൾ ഇത് പറയുന്നത് ഭാര്യ ഭർത്താവ്, അപ്പോൾ അതായത് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ജൂലൈ 26-ന് ശേഷം. അപ്പോൾ ചെറിയ കാര്യങ്ങൾ അത് വലിയ വിഷയമാക്കി എടുക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ശുക്രൻ നൽകുന്നത്. വാക്കുകൾ നിയന്ത്രിക്കുക. നമ്മുടെ വാക്കാണല്ലോ നമുക്ക് വില്ലനായിട്ട് വരുന്നത്. വാക്ക് നിയന്ത്രിക്കുക. ആലോചിച്ച് കാര്യങ്ങൾ, നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം കാണുന്നു. ഇതൊക്കെ
പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ജൂലൈ 28 ശേഷം ഭൂമി സംബന്ധമായ നമ്മൾ വളരെ കാലം കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ, അത് പ്രധാനമായി ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ 4-ാം ഭാവാധിപനും അവിഷ്ടസ്ഥാനത്തിൻ്റെ 11ൻ്റെ ചുമതല വഹിക്കുന്നതുമായിട്ടുള്ള ചൊവ്വ 9-ാം ഭാവം ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചൊവ്വ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ ദൈവഹിതം ചെയ്യേണ്ട കാര്യങ്ങൾ, 2-ൽ നിൽക്കുന്ന രാഹു, അതിന് നാഗരാജ പ്രീതിയാണ്. പിന്നെ വന്നിട്ട് വേഴം 6-ൽ നിൽക്കുന്നു. അപ്പോൾ വ്യാഴാഴ്ച ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. വേഴവും വെള്ളിയും. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യത്തെ 45 നാഴിക. നിങ്ങൾക്ക് വേഴം 5-ാമിടത്താണ്. 5-ാമിടം, 5 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം, സന്താനഭാവം, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതായ സ്ഥാനം. വളരെ കാലം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ, അത് ഏതും ആകാം. അപ്പം നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചിന്താമണ്ഡലത്തിൽ വരും, അത് സഫലമാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് വേഴം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കാര്യമായിട്ടുള്ള പരിശ്രമം വേണ്ടി വരും എന്ന് കൂടി കാണുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ വേഴം നിൽക്കുന്ന ക്ഷേത്രം 5-ൽ നിൽക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ശനി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പെട്ടെന്നങ്ങോട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നടക്കത്തില്ല. അത് ഏതായിരുന്നാലും, ക്രയവിക്രയങ്ങളായാലും ശരി, ഗ്രഹ നിർമ്മാണമായാലും ശരി, ഏത് കാര്യവും ഒന്ന് പതുക്കെ, അതായത് ഫാസ്റ്റായിട്ട് നടക്കത്തില്ല. അതാ കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സഫലമാക്കിയെടുക്കുന്നതിന് മഹാവിഷ്ണു പ്രീതി, ശനിപ്രീതി ചെയ്യേണ്ടതാണ്. ഇനി ആ രാശിയിൽ രാഹു നിലയുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഗരാജപ്രീതി ചെയ്യേണ്ടതാണ്. ഞായറാഴ്ചയോ ആയില്യത്തിനോ അത് ചെയ്താൽ നമ്മുടെ എന്തെങ്കിലും കാലതാമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് സഫലമാക്കാൻ, അത് ആ കാര്യം നമ്മൾ വിചാരിക്കുന്ന കാര്യം കാലതാമസമില്ലാതെ സാധ്യമാക്കാൻ കഴിയും. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിങ്ങളുടെ 10-ാം ഭാവാധിപനുമാണ് വേഴം. 10ൻ്റെ ചുമതലയും വഹിച്ച് 4-ൽ സുഖസ്ഥാനത്ത് നിലകൊള്ളുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും മീനരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരിക. അപ്പം 4-ൽ നിൽക്കുന്ന വേഴം നമുക്ക് ചില ഗുണങ്ങളും തരാമെന്ന് പറയുന്നു. വാഹനലബ്ധി, പിന്നെ യാത്രകൾ, പിന്നെ ഗ്രഹ നിർമ്മാണം, പിന്നെ 4-ാം മാതൃസ്ഥാനത്ത് നിൽക്കുന്ന വേഴം. അപ്പോൾ മാതാവിന് നേരത്തെ രോഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടും എന്നതുകൂടി ആ വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. ആ രാശിയിൽ ശനി നിൽക്കുന്നുണ്ട്.
ശനി അതിൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ വാഹനം അവിടെ നിന്നിട്ട് 7-ാം ഭാവം യാത്രാസ്ഥാനമാണ്. അപ്പോൾ ആ വാഹനസ്ഥാനത്തോട്ടൊക്കെ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ വാഹനം വേഗത കുറയ്ക്കുക. നേരത്തെ വേഴത്തെ കൊണ്ട് വാഹന ലാഭമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ശനി പറയുന്നു വാഹനം വേഗത കുറയ്ക്കുക. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. വയറ്, കാല് എന്നീ അവയവങ്ങൾക്ക് ക്ഷീണാവസ്ഥ കാണുന്നു. അപ്പോൾ ഈ വയറിന് രോഗാവസ്ഥ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നേരത്തെ ഉണ്ടായിരുന്ന അസുഖം ഇപ്പോൾ തലപൊക്കിയതാണ്. അങ്ങനെയാണ് കാണുന്നത്. അല്ല, പെട്ടെന്നുണ്ടായതല്ല. പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ളത് അസിഡിറ്റി പോലെയുള്ള രോഗങ്ങൾ. അതൊരു വലിയ കുഴപ്പമുള്ളതല്ല. എന്നാൽ ഈ കേതുവിൻ്റെ അവസ്ഥ, മീനക്കൂറുകാർക്ക് കേതു 6ലാണ് നിൽക്കുന്നത്. 6 എന്ന് പറയുമ്പോൾ രോഗസ്ഥാനമാണ്. 6ാം ഭാവാധിപൻ നിങ്ങൾക്കിപ്പോൾ 5ലും വന്നിട്ടുണ്ട്, വയറിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വയറ് സംബന്ധിച്ചുള്ള രോഗകാര്യങ്ങൾ ഉണ്ടാകുന്നതായും കാണുന്നു. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാലതാമസം കൂടാതെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. പരിഹാരങ്ങളെന്ന് പറയുമ്പോൾ ശനിപ്രീതിയാണ്. പിന്നെ ശിവപ്രീതി, ഈ ചൊവ്വയുടെ യോഗവും ചുറ്റും നിൽക്കുന്നു. അപ്പോൾ ചാമുണ്ഡി ക്ഷേത്രത്തിലൊക്കെ ഇഷ്ട വഴിപാടൊക്കെ ചെയ്യുന്നതും ഉചിതമായിരിക്കും. എന്നാൽ ഈ വേഴത്തെ കൊണ്ടുള്ള സ്ഥിതി നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുമെന്ന് കൂടി കാണുന്നു. ദൈവാനുഗ്രഹം ഉണ്ടെന്നർത്ഥം. അപ്പം ഞാൻ ഈ 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാരവശാലുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അതിനുള്ള കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയൊക്കെ സൂക്ഷ്മമായ കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചുകൾ വന്നേക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ ഓരോരുത്തർക്കും ഈ ചില ദോഷം പറഞ്ഞ രാശിക്കാരുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ ദശ അപഹാരമൊക്കെ നല്ലതാണെങ്കിൽ ദോഷകാഠിന്യം കുറയും. ചാരവശാൽ വരുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല എന്നല്ല, അതിൻ്റെ കാഠിന്യം കുറയും എന്നാണ്. അതുപോലെ തന്നെ ഗുണം പറഞ്ഞ രാശിക്കാർക്ക്, അവർക്ക് ഇപ്പോൾ ദശ മോശമാണ് അല്ലെങ്കിൽ അപഹാരം മോശമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗുണം പറഞ്ഞത് കൂടുതലായിട്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ അതിൻ്റെ ഒരു കുറവ് വരും എന്നുള്ളതാണ്. ഫലം അനുഭവത്തിൽ വരും, എന്നാലും പൂർണ്ണമായിട്ടുള്ളത് 100% വരത്തില്ല എന്നാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ദശയോ അപഹാരമോ മോശമാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് ഗുണം ഫലം പറഞ്ഞ രാശിക്കാരുടെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനേക്കായി താല്പര്യമുള്ളവർ എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് സംശയത്തിനും ദൈവാനുഗ്രഹത്താലും എൻ്റെ ഗുരു പരമ്പരയിലൂടെ എനിക്ക് ശ്രദ്ധിച്ച് കിട്ടിയ അറിവ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധമായ ഐശ്വര്യവും ആരോഗ്യവും ധനപരമായ ഉയർച്ചയും ഉദ്യോഗലബ്ധിയും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകട്ടെ
എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.